നമസ്കാരം. CPM ജില്ലാ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റിൽ വിവാദം ആളിക്കത്തുന്നു. AKG സെന്ററിൽ നിന്നല്ല ദിവ്യ എസ് അയ്യർ ശമ്പളം വാങ്ങുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് രംഗത്തെത്തിയത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജി ശബരിനാഥിന്റെ ഭാര്യയാണ് ദിവ്യ. സമാനതകളില്ലാത്ത രീതിയിലാണ് കെ രാഗേഷിനെ ദിവ്യ പുകഴ്ത്തിയത്. കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രിക്ക് കെ രാഗേഷ് കവചം തീർത്തിരുന്നത് എന്നായിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. രാഗേഷിനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ്. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് എന്നും ദിവ്യ കുറിച്ചു. മുഖ്യമന്ത്രിയും രാഗേഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തോടൊപ്പമായിരുന്നു അവരുടെ പോസ്റ്റ്. ദിവ്യയുടെ പോസ്റ്റ് CPM കേന്ദ്രങ്ങളും ചർച്ചയാക്കി. സർക്കാരിനുള്ള അംഗീകാരമായി അവർ വാഴ്ത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് കടന്നാക്രമണം നടത്തിയത്. പിന്നാലെ ദിവ്യ എസ് അയ്യരെ രൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും രംഗത്ത് വന്നു. കെ രാഗേഷിനായി സർവീസ് ചട്ടങ്ങൾ മറന്ന് വാഴ്ത്തുപാട്ട് പാടുന്ന ശ്രീമതി ദിവ്യ മേഡം IAS എന്ന് പറഞ്ഞാണ് FB കുറിപ്പ് വിജിൽ പോസ്റ്റ് ചെയ്തത്. കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി തെരഞ്ഞെടുത്തതിനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയതിനാണ് ഈ കസർത്തല്ല. പാടുക, നിരന്തരം തരവും ശബ്ദവും ഒപ്പിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക. പിണറായി കാലത്ത് AKG സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെന്നെങ്കിലും മാഡം ഓർക്കണം. IAS ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളുടെ വിദൂഷികയായി മാറുകയാണിവർ. ഔദ്യോഗിക കൃത്യനിർവഹണ രംഗങ്ങളെ ദുഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാമെന്നാണോ ധരിച്ചിരിക്കുന്നത്? അപ്പോൾ സംരക്ഷണം കിട്ടുമെന്നാണോ കരുതുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നു. അതിനിടെ വിശദീകരണമായി ദിവ്യ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നന്മയുള്ളവരെക്കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ടെന്നും കഴിഞ്ഞ 1.5 വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണങ്ങളുമൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നും ദിവ്യ വിശദീകരിച്ചു. ഫലത്തിൽ യൂത്ത് കോൺഗ്രസിനെ തള്ളിപ്പറയുകയാണ് ദിവ്യ. വിവാദങ്ങളിൽ ഭർത്താവ് ശബരിനാഥൻ പ്രതികരിക്കുന്നതുമില്ല. എല്ലാം ഈ അമ്മ കാരണമാണെന്ന് ചിലപ്പോൾ പറയാൻ തോന്നും. കുട്ടിക്കാലത്ത് നല്ല വാക്കുകൾ മാത്രം പറയുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആരെയും അധിക്ഷേപിക്കരുത്, 4 ആളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത്, നമ്മൾ കാരണം ഒരു മനുഷ്യനും വേദനിക്കരുത്, മുതിർന്നവരെ ആദരപൂർവ്വം നോക്കിക്കാണണം, ബഹുമാനപൂർവ്വം അവരോട് പെരുമാറണം എന്നീ കാര്യങ്ങൾ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ പറഞ്ഞു മനസ്സിലാക്കി തരികയും പ്രാവർത്തികമാക്കാനുള്ള നിരന്തരം ശ്രമം അവരുടെ ജീവിത വഴിയിൽ കാണുകയും ചെയ്തിട്ടുള്ള ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളാരും എല്ലാം തികഞ്ഞവരും നിറഞ്ഞവരുമല്ല. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും. നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമേറിയ കാര്യമല്ല. കണ്ടെത്തുന്ന നന്മകൾ പരത്തുക എന്നതിനും പ്രയാസമില്ല. അത് 4 ആളോട് പറയുക എന്നതിനും വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടതില്ല. കഴിഞ്ഞ 1.5 വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണങ്ങളുമൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ, എൻ്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുവെന്നും ദിവ്യ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ദിവ്യക്കെതിരെ രംഗത്ത് വരുമ്പോൾ വെട്ടിലാകുന്നത് ശബരിനാഥനാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണത്തിന് തയ്യാറാകാതെ കരുതലോടെ നീങ്ങാനാണ് ശബരിയുടെ തീരുമാനം. തിരുവനന്തപുരം DCC അധ്യക്ഷനായി പോലും പരിഗണിക്കുന്ന പേരുകാരനാണ് ശബരിനാഥൻ. മുൻ MLA ആയ ശബരിനാഥിന്റെ രാഷ്ട്രീയ പ്രവേശനം അച്ഛൻ G കാർത്തികേയന്റെ മരണശേഷമായിരുന്നു. അച്ഛന്റെ സീറ്റായ അരുവിക്കരയിൽ നിന്നും ശബരിനാഥ് 2 തവണ MLA ആയി. കഴിഞ്ഞ തവണ തോൽക്കുകയും ചെയ്തു.